നമസ്കാരം, എൻ്റെ പേര് ശ്രീകാന്ത്. ശ്രീകൃഷ്ണപുരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫസ്റ്റ് ഓഫ് സയൻസ്, കോട്ടയം. ശാസ്ത്രീയമായ ജ്യോതിഷ വിഷയങ്ങളെ കുറിച്ചിട്ട് ഗവേഷണം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ നടത്തി വരികയും ചെയ്യുന്നു. ശാസ്ത്രീയം എന്ന് പറയുമ്പോൾ അന്ധവിശ്വാസത്തിന് യാതൊരു വിധത്തിലുള്ള ഊന്നലും നൽകാതെ എല്ലാ വിഷയത്തെയും ശാസ്ത്രത്തിന്റെ കണ്ണുകളിലൂടെ തന്നെ കാണുക എന്നുള്ളത് തന്നെയാണ്. ബഹുമാന്യനായ ശ്രീ വൈശാഖൻ തമ്പി അദ്ദേഹത്തിന്റെ ചില ജ്യോതിഷപരമായ വിഷയത്തിനുള്ള യുക്തിപരമായ സംശയങ്ങൾക്കുള്ള മറുപടികൾ നൽകാനായിട്ടാണ് ഈ വീഡിയോ ഞാൻ തയ്യാറാക്കുന്നത്. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അദ്ദേഹം പറയുന്ന ആ വീഡിയോ ചോദ്യങ്ങളുടെ ഒരു ഭാഗവും അതിന്റെ എക്സ്പ്ലനേഷനും മാത്രമാണ് ഞാനിവിടെ നൽകാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ജ്യോതിശാസ്ത്ര വസ്തുക്കൾക്ക് മനുഷ്യനിൽ സ്വാധീനമുണ്ടോ? നമുക്ക് തുടങ്ങാം. തീർച്ചയായിട്ടും ജ്യോതിശാസ്ത്ര വസ്തുക്കൾക്ക് ഭൂമിയിൽ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് സൂര്യന് ചുറ്റും പോകുന്ന 8 ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമ്മുടേത് എന്ന് കരുതുന്ന ഈ ഭൂമി. സൂര്യന് ചുറ്റും പോകുന്നത് സൂര്യൻ്റെ ശക്തമായ ഗുരുത്വാകർഷണത്തിൽ ആ സ്വാധീനത്തിൽ പെട്ടുകൊണ്ട് തന്നെയാണ്. പക്ഷേ പലയിടങ്ങളിലും ജ്യോത്സ്യം എന്ന് പറയുന്ന ഫലഭാഗ ജ്യോതിഷം മുന്നോട്ട് വെക്കുന്ന അവകാശവാദങ്ങളെ ന്യായീകരിക്കാനായി ആളുകൾ ഗുരുത്വാകർഷണ സ്വാധീനം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് കൊണ്ടുവരാറുണ്ട്. അങ്ങനെയെങ്കിൽ ഏറ്റവും ശക്തമായ ഗുരുത്വാകർഷണ സ്വാധീനം ഒരു മനുഷ്യനിൽ ചെലുത്തുന്നത് മറ്റൊന്നുമല്ല, ഭൂമിയാണ്. പക്ഷേ ആസ്ട്രോളജിയിലെ ഒരു ഫലപ്രവചന ഭൂതകാല ഭാവികാല പ്രവചനങ്ങളിലും ഈ ഭൂമിയുടെ സ്വാധീനം എടുക്കാറില്ല. അതെന്താണ്? ഇത്രയും അടുത്ത് ഇത്രയും ശക്തമായി ഗുരുത്വാകർഷണം ചെലുത്തുന്ന ഭൂമിയുടെ ഇൻഫ്ലുവൻസ് മറന്നിട്ടാണോ നിങ്ങൾ മറ്റ് ദൂരവസ്തുക്കളെ പരിഗണിക്കാൻ പോകുന്നത്? ചോദ്യമാണ്, നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഗുരുത്വാകർഷണം എന്ന് പറയുന്ന സ്വാധീനത്തെ ജ്യോത്സ്യ ഫലങ്ങളുടെ ന്യായീകരണമായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അങ്ങയുടെ ആദ്യത്തെ ചോദ്യം, ഈ ഗ്രഹങ്ങളെല്ലാം മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ? ജ്യോതി എന്ന ശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ജ്യോതി എന്നാൽ വെളിച്ചം, ലൈറ്റ്, ശാസ്ത്രം സയൻസ്. വെളിച്ചത്തിന്റെ ആധികാരികമായ വാക്ക് സൺ അഥവാ സൺലൈറ്റ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇനിയും ഇത് സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം. യുക്തിസഹജമായി ഈ ആധുനിക ശാസ്ത്ര ലോകത്ത് ജീവിക്കപ്പെടുമ്പോൾ 9 ഗ്രഹങ്ങളും 12 രാശികളുമൊക്കെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദോഷത്തെയും ഗുണത്തെയും വിവാഹം മുടക്കത്തിനെയും ഒക്കെ കൊണ്ടുവരുന്ന വിഷയങ്ങളായി വരുന്നുണ്ടോ എന്ന് സങ്കോചാവസ്ഥകൾ എല്ലാവരിലും എത്തിക്കുന്നുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിൽ സൂര്യപ്രകാശം എന്നത് ഈ പ്രകൃതിയിൽ, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഓരോ ജീവനും അത്യാവശ്യമായ ഒരു ഘടകമാണ് എന്നുള്ളത് അനുഭവത്തിൽ അറിയാം. നമുക്ക് 7 ദിവസങ്ങളാണുള്ളത്, 7 വർണ്ണങ്ങളാണുള്ളത്. ഈ 7 വർണ്ണങ്ങൾ ലൈറ്റിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. വേവായിട്ട് സഞ്ചരിക്കാനുള്ളതും അതേപോലെ തന്നെ ലൈറ്റിന് എനർജി പാക്കറ്റ്സ് ആയിട്ടും സഞ്ചരിക്കാനും ഉള്ള കഴിവ്. ഇത് ലൈറ്റിന്റെ ഒരു ഡ്യുവൽ എബിലിറ്റി ആയിട്ടാണ് ശാസ്ത്രലോകം കണക്കാക്കുന്നത്. അപ്പം ലൈറ്റ് വേവായിട്ടും അതുപോലെ തന്നെ എനർജി പാക്കറ്റ്സ് ആയിട്ടും ഇനിയും ഈ പുരാതന കാലഘട്ടങ്ങൾ മുതൽ തന്നെ ആരംഭിച്ചതാണ് വെളിച്ചത്തിനെ സംബന്ധിച്ചിട്ടുള്ള ശാസ്ത്രീയമായ പഠനങ്ങൾ. ഒരു മീഡിയയുടെയും സഹായമില്ലാതെ വേഗതയിൽ വളരെയേറെ എനർജിയെയും സംഭരിച്ചുകൊണ്ട് ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള വെളിച്ചത്തിന്റെ കഴിവ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് ആണ് വെളിച്ചം എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് മാക്സ്വെൽ തിയറി പറയുന്നു. ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് വേറെ പലതും ഈ പ്രകൃതിയിലുണ്ട്. ഇൻഫ്രാറെഡ് റേസ്, ഗാമ റേസ്, അൾട്രാവയലറ്റ് റേസ്, റേഡിയോ വേവ്സ്. അതിൽ ലൈറ്റിന് മാത്രം ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ? നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം ഈ വെളിച്ചങ്ങളെല്ലാം ഈ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി സ്വാധീനിക്കുന്നുവെങ്കിൽ നമ്മൾക്ക് അറിവില്ലാത്ത ഏതോ ഒരു തലത്തിൽ മറ്റേതെങ്കിലും വിധത്തിൽ ശാസ്ത്രീയമായി തന്നെ സ്വാധീനം ചെലുത്തുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടിരിക്കുന്നു. പ്രത്യക്ഷത്തിലുള്ള വെളിച്ചം വളരെ ഭംഗിയായി ഓരോ രീതിയിലും സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതിനാൽ
9 ഗ്രഹങ്ങളെയും 12 രാശികളും വ്യക്തികളെ അവരുടെ ജീവിതത്തെയും മാറ്റിമറിക്കുന്നുണ്ടോ എന്നുള്ളതിന് വ്യക്തമായ ഒരു മറുപടിയില്ല. പക്ഷെങ്കിൽ ഇതെല്ലാം സ്വാധീനിക്കപ്പെടുന്നുണ്ട്, ഇവയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് സംശയം. ആയതിനാൽ അങ്ങയുടെ ചോദ്യത്തിന് സ്വാധീനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടുമുണ്ട്. പക്ഷെ അവർ നിയന്ത്രിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പഠനാർഹമാക്കേണ്ട വിഷയം തന്നെയാണ്. അതിൽ വളരെ വ്യക്തമായി പറയാം, ഈ 9 ഗ്രഹങ്ങളും 12 രാശികളും ഒരിക്കലും ഒരുവന്റെ ജീവിതത്തിനെ ഇങ്ങനെയാക്കുകയല്ല, മറിച്ച് ഒരു സൂചന നൽകുന്നു. ഇന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഇന്ന കാലയളവിലൂടെ വന്നു പോകാം, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകാം. ഇതൊക്കെ വിലയിരുത്താൻ പറ്റുമ്പോഴാണ് അതിനെ യുക്തിപരമായിട്ട് പ്രയോജനപ്പെടുത്താൻ, ബുദ്ധിപരമായി അതറിഞ്ഞു മുന്നോട്ട് നീങ്ങാൻ കഴിയും. തൻ്റെ മുന്നിൽ വരുന്ന പ്രതിസന്ധികൾ എന്താണെന്ന് മുന്നേ കൂട്ടി അറിയുവാൻ കഴിഞ്ഞാൽ അതിന് അനുസൃതമായ മാറ്റങ്ങൾ കൊണ്ടുവരാനെങ്കിലും ശ്രമിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ ജ്യോതിഷവും അതിൻ്റെ നേട്ടവും. നമ്മൾ ഗ്രഹനിലയിലാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഒരാൾ ജനിക്കുന്ന സമയത്ത് ആ സ്ഥലത്ത് ഗ്രഹങ്ങൾ ഏതൊക്കെ രാശികളിലാണ് നിന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ലഗ്നം, അതിൻ്റെ അടിസ്ഥാനത്തിൽ 1-ാം ഭാവം, 2-ാം ഭാവം, 3-ാം ഭാവം എന്നിങ്ങനെ ഈ ഹോറോസ്കോപ്പിലെ 12 കോളങ്ങളിലേക്കായി നമ്മൾ ഗ്രഹങ്ങളുടെ സ്ഥാനം മാർക്ക് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഏതൊക്കെ രാശികളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ നിൽക്കുന്നു, എന്തൊക്കെയാണ് അവയുടെ പരസ്പരമുള്ള ഇൻട്രാക്ഷൻ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പൊതുവിൽ നിങ്ങളുടെ ഭൂതവും ഭാവിയും ഒക്കെ നിർണ്ണയിക്കപ്പെടുന്നതായിട്ട് ഒരു ജ്യോത്സ്യവിശ്വാസി അവകാശപ്പെടുന്നത്. പക്ഷേ നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ജനിച്ച സ്ഥലത്തെ ഗ്രഹനില അടയാളപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ചാർട്ടിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ജ്യോത്സ്യം പഠിച്ച ഒരാൾക്ക് എന്തൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും? നിങ്ങളുടെ പ്രധാന ഐഡൻറ്റിറ്റികൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങളുടെ ജെൻഡർ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്സ്, നിങ്ങൾ ആണാണോ പെണ്ണാണോ? ഇത് ഗ്രഹനിലയിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയില്ല. അതിന് ഈ ജാതകത്തിൻ്റെ ഉടമസ്ഥൻ പുരുഷനാണോ സ്ത്രീയാണോ എന്ന് പ്രത്യേകം എഴുതി വെക്കേണ്ടതുണ്ട്. ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥൻ നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ എന്നറിയാൻ മാർഗമില്ല. ഗ്രഹനില ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് എഴുതപ്പെടുന്ന ഒരു ടൈം സ്റ്റാമ്പാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതൊരു മനുഷ്യന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ ജനനത്തിന് വേണ്ടിയിട്ടോ ഒരു കെട്ടിടത്തിൻ്റെ ആദ്യത്തെ ഇനോഗ്രേഷനോ അല്ലെങ്കിൽ ഏതൊരു പോയിൻ്റ് ഓഫ് ടൈമിനെയും അടയാളപ്പെടുത്താൻ ഇത് ഉപയോഗിക്കാം. അതായത് ഗ്രഹനില മാത്രം കണ്ടു കഴിഞ്ഞാൽ അതെന്തിനു വേണ്ടിയാണ് എഴുതപ്പെട്ടത് എന്ന് പറയാൻ മാർഗമില്ല. അതൊരു ഒരു ആരാധനാലയത്തിൽ ആദ്യത്തെ പൂജ നടന്ന ദിവസത്തെയാണോ മാർക്ക് ചെയ്യുന്നത്, അതോ ഒരു രാജാവിൻ്റെ മകൻ ജനിച്ച സമയത്തെയാണോ മാർക്ക് ചെയ്യുന്നത്, അത് പ്രത്യേകം എഴുതേണ്ടിയിരിക്കുന്നു. അതായത് ഒരു ഗ്രഹനിലയിൽ നോക്കി അതിൻ്റെ ഉടമസ്ഥൻ, പൊതുവെ ജാതകൻ എന്നാണ് വിളിക്കാറ്, ആ ജാതകത്തിൻ്റെ ഉടമസ്ഥൻ ആ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം മാത്രം നോക്കി അയാൾ ആണാണോ പെണ്ണാണോ, നിലവിൽ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ, മനുഷ്യനാണോ മൃഗമാണോ എന്നൊന്നും പറയാൻ മാർഗമില്ല. പക്ഷേ നിങ്ങളുടെ ഭാവി മുഴുവൻ പറയാൻ പറ്റും. നിങ്ങൾ ആരെ വിവാഹം കഴിക്കുമെന്ന് പറയാൻ പറ്റും, നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന ആളിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയാൻ പറ്റും, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ജോലിയെക്കുറിച്ച് പറയാൻ പറ്റും. ഈ ക്ലെയിമിനകത്ത് നിങ്ങൾക്ക് കുഴപ്പം എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് സ്വയം ആലോചിക്കുക. ഇനി ഒരു വലിയ നഗരത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് കരുതുക. ആ ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള ഒരു ചേരി പ്രദേശത്ത് വളരെ മോശം സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളുള്ള ഒരു വീട്ടിൽ മറ്റൊരു കുഞ്ഞ് ജനിക്കുന്നു എന്ന് കരുതുക. ഇവ ഏതാണ്ട് അടുത്തടുത്താണ്, പ്രാക്ടിക്കലി ഒരേ സ്ഥലമാണ്, ഒരേ സമയത്താണ് ജനിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് ഒരേ ഗ്രഹനിലയായിരിക്കും. ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ AC ലേബർ റൂമിൽ ജനിക്കുന്ന കുഞ്ഞും തൊട്ടടുത്തുള്ള ചേരിയിൽ ജനിക്കുന്ന കുഞ്ഞും ഒരേ ഭാവിയോടെ വളരാൻ പോകുന്നവരാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അത് എത്രത്തോളം സ്വാഭാവികമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? അതുകൂടി നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇനി നമ്മൾ നാളുകളുടെ അടിസ്ഥാനത്തിൽ, ജന്മനാളുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ജനിച്ച രാശി ഏതാണ്, ജന്മരാശി ഏതാണ്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ പല കാറ്റഗറികളായിട്ട് തിരിക്കാറുണ്ട്. ഉദാഹരണത്തിന് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആൾ, രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച ആൾ എന്നിങ്ങനെ നക്ഷത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനുഷ്യരെ 27 കാറ്റഗറികളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ സൂര്യനെ അപേക്ഷിച്ചിട്ടുള്ള രാശികളാണ് നോക്കുന്നതെങ്കിൽ, ജന്മരാശി അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഇടവരാശിക്കാരാണോ ധനുരാശിക്കാരാണോ എന്നിങ്ങനെ ടോറസ്, ലിബ്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല സോഡിയാക് സൈൻസ് ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലും ആൾക്കാരെ തിരിക്കാറുണ്ട്. ഈ സൂര്യരാശികൾ 12 എണ്ണം ഉണ്ട്. അതായത് ഒന്നുകിൽ
മനുഷ്യർ ഈ 12 കാറ്റഗറി ആയിട്ട് തിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ 27 കാറ്റഗറികളായിട്ട് ജന്മ നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 27 കാറ്റഗറികളായിട്ട് ജനിക്കുന്ന സ്ഥലങ്ങൾ വീതിക്കുന്ന സമ്പ്രദായമുണ്ട്. എങ്ങനെ ആയാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഭൂമിയിൽ നിന്ന് 800 കോടി മനുഷ്യരുണ്ട്. ഈ 800 കോടി മനുഷ്യരും ഇതിലേതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരിക്കും ജനിച്ചത്, അല്ലെങ്കിൽ 800/27 എത്ര കോടി വരും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പ്രത്യേക ജന്മനക്ഷത്രക്കാർ. ഇനി ജന്മരാശിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഏരീസ് അല്ലെങ്കിൽ ടോറസ് എന്നിങ്ങനെയുള്ള ഒരു പ്രത്യേക രാശിയിൽ ജനിച്ച ആളുകൾ എത്ര പേരുണ്ടാവും? 12 രാശികളുണ്ട്, 800 കോടി മനുഷ്യരുണ്ട്. 800/12 10 രാശികളെ ഉള്ളൂ എങ്കിൽ അവിടെ വരേണ്ടത് 80 കോടി മനുഷ്യരാണ്. നിങ്ങൾ 70 കോടിയാണെന്ന് കരുതിക്കോളൂ. ഒരു പ്രത്യേക രാശിയിൽ ജനിച്ച് 70 കോടി മനുഷ്യരെങ്കിൽ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മാസികയിൽ നോക്കി മേടരാശിക്കാരുടെ ഫലം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ഈ 70-75 കോടി മനുഷ്യർക്കും കൂടി കോമൺ ആയിട്ട് ഫലം പറയാവുന്ന അത്ര സിമ്പിളാണോ മനുഷ്യൻ്റെ ജീവിതം? ഒരേ രാശിക്കാരായിട്ടുള്ള മനുഷ്യർ കുറച്ച് പേരെ ഒന്ന് എടുത്തു നോക്കൂ. അവരിൽ ഓരോരുത്തരും ഏതൊക്കെ മേഖലയിലാണ് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചത് നോക്കൂ. നിങ്ങൾ ജനിച്ച രാശി നിങ്ങളുടെ ഭാവിയെപ്പറ്റി ഒരു സൂചകമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ്ട് ഒരേ ഭാവി, ഏതാണ്ട് ഒരേ കഴിവുകൾ ഉള്ള ആളാകേണ്ടതാണ്. സദ്ദാം ഹുസൈൻ ടോറസ് രാശിക്കാരനായിരുന്നു. ഡ്വെയ്ൻ ജോൺസൺ എന്ന് പറയുന്ന റോക്ക് എന്ന് വിളിക്കപ്പെടുന്ന സിനിമാ നടൻ, എലിസബത്ത് രാജ്ഞി, സച്ചിൻ ടെണ്ടുൽക്കർ, ഡേവിഡ് ബെക്കാം, ഇവരെല്ലാം ടോറസ് രാശിക്കാരാണ്. ഇവരൊക്കെ ഏതൊക്കെ നിലയിലാണ് പ്രശസ്തി ആർജിച്ചത്, അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ മേഖലയിലാണ് വൈദഗ്ധ്യം പ്രകടിപ്പിച്ചിട്ടുള്ളത് എന്ന് ആലോചിച്ച് നോക്കൂ. മനുഷ്യജീവിതം അത്ര സിമ്പിളാണോ? നിങ്ങൾക്ക് 12-27 കോളങ്ങൾ വീതിക്കാവുന്ന അത്ര സിമ്പിളാണോ 800 കോടി മനുഷ്യരുടെ ജീവിതം? ആലോചിച്ച് നോക്കാം. ആദ്യത്തെ വിഷയം, ഒരു ഗ്രഹനിലയിൽ നിന്നും ആ ഗ്രഹനില കണ്ടാൽ അത് സ്ത്രീയാണോ പുരുഷനാണോ മൃഗമാണോ പക്ഷിയാണോ അല്ലെങ്കിൽ എന്തിൻ്റെയും ഒരു പ്രത്യേക സമയത്തെ മുഹൂർത്ത സംബന്ധമായ വിഷയമാണോ എന്നുള്ളത് കണ്ടെത്താൻ മാർഗമില്ല. തീർച്ചയായിട്ടും അതിന് മാർഗം ഇന്നുവരെ വ്യക്തമായിട്ട് ഒരു ബുക്കുകളിലും അനുശാസിക്കുന്നില്ല, ഗവേഷണത്തിൽ ആരും പരിഗണിച്ചതായിട്ട് കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിന് പരിമിതികളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ജാതകം ഗ്രഹനില കൊടുത്താൽ ആ വ്യക്തി ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താൻ ഒരു മാർഗവും ഇല്ല എന്നുള്ളതാണ്. തികച്ചും തെറ്റായ ഒരു കാര്യമാണ്. ജാതകപ്രകാരം ഒരാൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനായിട്ടുള്ള നിയമങ്ങളും വിഷയങ്ങളുമുണ്ട്, കണ്ടെത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അടുത്തതായിട്ട്, ഒരു നഗരത്തിൽ തൊട്ടടുത്ത് തന്നെ കുട്ടികൾ ഒരേ സമയത്ത് തന്നെ ജനിച്ചാൽ രണ്ടുപേരുടെയും ഗ്രഹനില ഒരുപോലെ ഇരിക്കും, എന്നാൽ അവരുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കുകയില്ലേ? ഇതിന് വളരെ വ്യക്തമായ ഒരു ഉത്തരമുണ്ട്. അങ്ങ് ഗ്രഹനില മാത്രമാണ് കാണുന്നതും അങ്ങ് ഗവേഷണം നടത്തിയിട്ടുള്ളതും. ജ്യോതിശാസ്ത്രത്തിൽ ഗ്രഹനിലകൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഒരു രാശിയെ 30 ഡിഗ്രിയായി തിരിച്ചിട്ടുണ്ട് എന്നുള്ളത് അങ്ങേക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവാം. 360 ഡിഗ്രിയിൽ 30 ഡിഗ്രികൾ ചേർന്ന 12 രാശികളാണ് നമ്മളുടെ മുന്നിൽ ഗ്രഹനിലയായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതിനകത്ത് ഓരോ ഡിഗ്രികളെ വെച്ച് നോക്കുമ്പോൾ തന്നെ 360 വ്യത്യസ്ത ഡിഗ്രികളില്ലേ? അതിനകത്ത് വീണ്ടും അതിസൂക്ഷ്മമായിട്ട് പോകരുതോ? അപ്പം ഗ്രഹങ്ങളെല്ലാം സഞ്ചരിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ലാതെ. ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഫിക്സഡ് അല്ല, മാറ്റങ്ങൾ തന്നെയാണ്. ചേഞ്ച് ഈസ് പെർമനന്റ്. ഏതൊരു ജീവനും അതിൻ്റെതായ വ്യത്യസ്തമായ ഒരു ഐഡന്റിക്കൽ മാർക്ക് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഓരോ സെക്കൻഡുകളും നമ്മുടെ മുന്നിൽ കടന്നു പോകുന്നത് വ്യത്യസ്തമായ ഐഡന്റിക്കൽ പോയിന്റോടും മാർക്കോടും കൂടിയിട്ട് തന്നെയാണ് എന്നുള്ളതിലും സംശയമില്ല. അതിനർത്ഥം ഒരേ സെക്കൻഡിൽ എങ്ങും ഒരു കുട്ടിയും ജനിക്കുന്നില്ല ഈ പ്രപഞ്ചത്തിൽ. ഒരുമിച്ചുമില്ല, വിദൂരത്തിലുമില്ല. ഇനിയും ഒരു സെക്കൻഡ് പോലും ഉണ്ടാകുന്ന വ്യത്യാസം ഒരു സെക്കൻഡിന് ശേഷം ജനിക്കുന്ന കുട്ടിയുടെ ജീവിതത്തിലും വ്യത്യസ്തമായ രീതിയിൽ തന്നെയായിരിക്കും അനുഭവങ്ങൾ കടന്നു പോവുക. സ്വാഭാവികമായിട്ടും ഒരു സെക്കൻഡിനൊന്നും വ്യത്യാസത്തിൽ ജനിക്കില്ല എന്നുള്ളത് നമുക്കറിയാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു 15 മുതൽ 50 സെക്കൻഡിന്റെ വ്യത്യാസങ്ങൾ ഒരു ഇരട്ട പ്രസവത്തിനകത്ത് തന്നെ ഏറ്റവും വേഗതയിൽ ചെയ്താൽ പോലും ഉണ്ടാകുന്നു. 2 മിനിറ്റൊക്കെ സാധാരണ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇവരുടെ ഗ്രഹനില മാത്രം ഒരേപോലെ ഇരുന്നതിൽ നിന്നുമാണ് അങ്ങ് ഈ വിമർശനത്തെ എടുത്തിട്ടുള്ളത്. ഓരോ സെക്കൻഡുകളിലും ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ അതിസൂക്ഷ്മമായി ഗണിക്കാനും ഒരു വ്യക്തിയുടെ ജനന സമയം കൃത്യമായി കണ്ടെത്താനും
ഒക്കെ വളരെയേറെ സഹായിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ജ്യോതിശാസ്ത്രത്തിന്റെ വളരെ അഡ്വാൻസ്ഡ് വെർഷനാണ് KP അസ്ട്രോളജി. KS കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരു ആചാര്യനാൽ ഗവേഷണം ചെയ്ത് കണ്ടെത്തപ്പെട്ട ഒരു ശാഖയാണത്. ഇതിനെ ബന്ധിതമായിട്ട് BS കുലാർ എന്ന് പറയുന്ന ഒരു ഗവേഷകൻ, ഒരു അസ്ട്രോളജർ, ഒരു കുട്ടിയുടെ ജനനം ഓരോ ദിവസത്തിലും പഞ്ചഭൂത സിദ്ധാന്തങ്ങളെയും ക്ലബ് ചെയ്തുകൊണ്ട് ഇത്ര മിനിറ്റ് മുതൽ ഇത്ര മിനിറ്റ് വരെ ഇത്ര സെക്കൻഡിനകത്ത് ആൺകുട്ടിയും ഇത്ര സെക്കൻഡ് കഴിഞ്ഞാൽ പെൺകുട്ടിയും അവർക്കുണ്ടാകുന്ന നക്ഷത്രവും ഇന്നതാണ് എന്നൊരു പഠനം നടത്തിയിട്ടുണ്ട്. അപ്പം അവിടെ അങ്ങനെ ഒരു ഗവേഷണം നടന്നിട്ടുണ്ട്. എനിക്കതിന്റെ ഡേറ്റാസ് കിട്ടിയതാണ്. ഞാനും കുറച്ച് അതിനെ പ്രിപ്പയർ ചെയ്യാനും അതിന്റെ ഔട്ട്പുട്ടുകൾ എടുക്കാനും ശ്രമിച്ചിരുന്നു. എന്നാൽ എനിക്ക് വീണ്ടും കുറെ ഇൻപുട്സുകളിലെ വ്യക്തതയില്ലായ്മ അത് പഠനം ഒരു സൈഡിൽ താത്തു വെക്കേണ്ടി വന്നിരുന്നു. ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഓരോ സെക്കൻഡുകളിലും മാറുന്ന വ്യത്യാസം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാനിപ്പോൾ കോട്ടയത്താണുള്ളത്. കോട്ടയത്ത് ടൗണിൽ തന്നെയാണ്. ഇവിടെ ഒരു കുട്ടി ജനിച്ചു എന്ന് വിചാരിക്കാം. നമുക്ക് ന്യൂ ബോൺ ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ 2:57 ജനിച്ചു എന്ന് ഒരു ടൈം എടുക്കാം. ഒരു മെയിൽ ഓർ ഫീമെയിൽ എന്തോ വേണേലും ആയിക്കോട്ടെ. ജാതകം ഗണിക്കുകയാണ്. നോക്കാം ആ കുട്ടിയുടെ ഡേറ്റ്, ജനന സമയം, നക്ഷത്രം, അതിൻ പ്രകാരമുള്ള നക്ഷത്രം, ഇങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം വരുന്നു. നമുക്ക് നേരെ ഗ്രഹനിലയിലേക്ക് പോകാം. നോക്കിയേ, മീനം ലഗ്നമായിട്ട് വന്നിട്ടുണ്ട്. ഗ്രഹങ്ങളുടെ സ്ഥിതികൾ കാണാം. തൊട്ട് വലത്ത് സൈഡിൽ നവാംശക സ്ഥിതി എന്ന് പറയുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. അതിനകത്തും ഗ്രഹസ്ഥിതികളൊക്കെ ഇങ്ങനെ മാർക്ക് ചെയ്യപ്പെടുന്നുണ്ട്. ഇനിയും ഞാൻ ഈ 2:57 എന്നുള്ളതിനെ 2:58 മാറ്റുകയാണ്. ഒന്ന് നോക്കിയാൽ ഒന്ന് റിഫ്രഷ് ആയതേ ഉള്ളൂ. ഗ്രഹനിലയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. 2:59 ഞാൻ മാറ്റുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും ഗ്രഹനിലയ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പം 2:57 നിന്നും 2:58 വരെ വന്നപ്പോൾ ഗ്രഹനില റിഫ്രഷ് ആവുന്നതല്ലാതെ മറ്റ് ഗ്രഹസ്ഥിതികളിൽ യാതൊരു മാറ്റവും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. സ്വാഭാവികമായിട്ടും ഈ 2 മിനിറ്റിനിടയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളുടെയും ഗ്രഹനില ഒരേപോലെ തന്നെയായിരിക്കും. ഈ കോട്ടയത്ത് തന്നെ 2 കുട്ടികൾ 2 വ്യത്യസ്ത ആശുപത്രിയിൽ ജനിച്ചാൽ പോലും ഈ ഗ്രഹനിലയ്ക്ക് മാറ്റമൊന്നും ഉണ്ടാവുകയില്ല. ഇവരുടെ അനുഭവങ്ങളും തികച്ചും വ്യത്യസ്തമാണ്. വേറൊരു പേജിലേക്ക് വരികയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ഈ 1 ലഗ്നം എന്ന് പറഞ്ഞതിനകത്ത് 1-ാം ഭാവം. ആ 1-ാം ഭാവം ആരംഭിച്ചത് 24:56:22 അതായത് 2:57 കൃത്യമായിട്ട് ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ ലഗ്നം വന്നിരിക്കുന്ന സ്ഫുടം, ആ ഡിഗ്രി, സ്പെസിഫിക് ആയിട്ടുള്ള കണ്ണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രാശിചക്രത്തിലെ 24-ാമത്തെ ഡിഗ്രി 56-ാമത്തെ മിനിറ്റ് 22-ാമത്തെ സെക്കൻഡിലാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ഞാൻ 1 മിനിറ്റ് 2:57 എന്നുള്ളതിനെ 1 മിനിറ്റ് മുന്നോട്ട് നീക്കുകയാണ്. 2:58 എത്തി. അതായത് 24 ഡിഗ്രി എന്നുണ്ടായിരുന്നത് ഇപ്പോൾ 25 ഡിഗ്രി 14 മിനിറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. 1 മിനിറ്റ് കൂടി മുന്നോട്ട് മാറ്റിയപ്പോൾ 25 ഡിഗ്രി 31 മിനിറ്റ് 38 സെക്കൻഡായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓരോ മിനിറ്റിലും ഡിഗ്രിക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇനി അതിസൂക്ഷ്മമായി ഒരാളുടെ ജാതകത്തിൽ പഠനവേദ്യമാക്കുന്നത്? അത് നമുക്കൊന്ന് നോക്കാം. 2:57 തന്നെ ഞാൻ വീണ്ടും ഗ്രഹസ്ഥിതി ആക്കുന്നുണ്ട്. ഇനിയും ഇവിടെ കസ്പൽ ലിങ്ക്സ് എന്ന് പറയുന്ന മറ്റൊരു വിഭാഗമുണ്ട്. ഇതിനകത്ത് ഒരാളുടെ സസൂക്ഷ്മമായ ഓരോ ഭാവങ്ങളെയും കുറിച്ച് വളരെ വ്യക്തമായി പറയുകയാണ്. ഈ 24 ഡിഗ്രിക്ക് ജനിച്ച കുട്ടിയുടെ ജനന സമയം എന്തായിരുന്നു? 2:57. ആ കുട്ടിയുടെ ആ ഡിഗ്രി പ്രകാരം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ഏതൊക്കെ ഭാവങ്ങളെ ബന്ധപ്പെടുന്നുണ്ട്, ചന്ദ്രൻ എങ്ങനെ ബന്ധപ്പെടുന്നു, ഇങ്ങനെ ഓരോ ഗ്രഹങ്ങളുടെയും ഫൈനൽ ഔട്ട്പുട്ടുകളും അതിൻ്റെ ബന്ധങ്ങളും ഭാവബന്ധങ്ങളുമാണ് ഈ ഡിഗ്രിയിലൂടെ കാണിച്ചിട്ടുള്ളത്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് 12 രാശികളിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് വലത് ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഇവിടെ 2:57 എന്നുള്ളത് മാറ്റുകയാണ്. 58 പോവാണ്. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ നമ്പേഴ്സ് എല്ലാം ഒന്ന് നോക്കുക. ഇവിടെ കണ്ടോ 7, 10, ഇവിടെ 1, 3, 7, 9 ഇങ്ങനെ കാണാം. ഇവിടെ ഒരു 8, 12. സോ ഈ ഒരു ഡേറ്റയിൽ നിന്നും ഞാൻ
2:58 പോവുകയാണ്. നോക്കിയേ, മൊത്തം മാറിക്കഴിഞ്ഞിരിക്കുന്നു. 2:57 ഔട്ട്പുട്ട് കണ്ടല്ലോ, 2:58 ഔട്ട്പുട്ട് കണ്ടോ. എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ജാതകത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് നോക്കൂ. ഇവിടെ മാറാതിരിക്കുന്ന ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ, 2:11. ഇവിടെ മാറാതിരിക്കുന്നത് 10ാം ഭാവത്തിന് നേരെയുള്ള ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ച് യാതൊരു മാറ്റങ്ങളും സംഭവിച്ചില്ല. എന്നാൽ ബാക്കിയുള്ളതിൽ മാറി. ഇനി 2:58 2:59 നോക്കാം. ആ വ്യക്തിയുടെ സ്വഭാവം അട്ടിമുടി മാറിയിരിക്കുന്നു. എല്ലാവിധത്തിലും പലവിധ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. ഇത് എങ്ങനെയൊക്കെയാണ് ഫലം പറയുന്നത് ഈ പഠിച്ചവർക്ക് പറയാൻ സാധിക്കും. ഇപ്പം താങ്കൾ പറയുന്ന വിഷയത്തിൽ നമ്മൾ ഗ്രഹനിലയിലേക്ക് വരുമ്പോൾ ഗ്രഹനിലയ്ക്ക് യാതൊരു മാറ്റവുമില്ല. എന്നാൽ സെക്കൻഡുകൾ മാറുന്നു. ഞാൻ മിനിറ്റാണ് മാറ്റിയത്, ഇനി സെക്കൻഡിലേക്ക് ഞാൻ തിരികെ എത്താം. ആ മാറ്റം എത്രമാത്രം ഒരാളെ അപ്പോൾ സ്വാധീനിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 58. ഈ വ്യക്തി വളരെ വ്യത്യസ്തമായ സ്വഭാവക്കാരനും അയാളുടെ ജീവിതവും തൊഴിലും ഒക്കെ വ്യത്യസ്തമാകും. ഇനി ഞാൻ ഇവിടെ ഒരു 20 സെക്കൻഡ് മാറ്റാം. 20 സെക്കൻഡിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. 0 തിരിച്ചാക്കുകയാണ്, 58 മാറ്റി. ഇവിടെ 4, 10, 12, 4, 8, 4, 10, 12 ഇങ്ങനെ കുറെ കാൽക്കുലേഷൻസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു 20 സെക്കൻഡ് ഞാൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആ 4, 8 എന്നുള്ളത് മാറിയിരിക്കുന്നു. ഇങ്ങനെ പല ഭാവങ്ങളിലും മാറ്റം ഉണ്ടായിരിക്കുന്നു. വീണ്ടും ഞാൻ ഒരു 20 സെക്കൻഡ് കൂടി ആഡ് ചെയ്യുകയാണ്. 2:58 20 സെക്കൻഡിൽ നിന്നും 2:58 30 സെക്കൻഡിലേക്ക് പോവാം. 10 സെക്കൻഡ് ആഡ് ചെയ്യാം. വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഞാൻ വീണ്ടും ഒരു 10 സെക്കൻഡ് കൂടെ ആഡ് ചെയ്തത് 40 സെക്കൻഡിലേക്ക് എത്തിക്കുകയാണ്. വീണ്ടും ജാതകത്തിനകത്ത് ആ വ്യക്തിയുടെ ഓരോ അവസ്ഥകൾക്കും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വീണ്ടും ഞാൻ ഒന്നും കൂടി മാറ്റുകയാണ്, 50 സെക്കൻഡിലേക്ക് കൊണ്ടുവരുന്നു. തീർച്ചയായിട്ടും അടുത്ത മാറ്റവും സംഭവിച്ചിരിക്കുന്നു. 55 സെക്കൻഡിലേക്ക് കൊണ്ടുവരുന്നു. ഈ വ്യക്തിയുടെ സ്വഭാവവും ജീവിതവും എല്ലാം അടിമുടി മാറുന്നു എന്നുള്ളത് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇപ്പം ഗ്രഹസ്ഥിതികളിലേക്ക് വീണ്ടും പുറകിലേക്ക് പോയാൽ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു കാണുമല്ലോ. ജ്യോതിശാസ്ത്രത്തിന്റെ അപാരമായ തലങ്ങളിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഇറങ്ങി ചെല്ലേണ്ടതായിട്ടുണ്ട്. അപ്പം ജ്യോതിശാസ്ത്രത്തിലെ ഏറ്റവും കീറാമുട്ടിയായ ഒരു പ്രശ്നത്തിന്റെ ഉപാധി ഇതാണ്. കൃഷ്ണമൂർത്തി പദ്ധതിയിൽ ഏറ്റവും, അതായത് ജ്യോതിശാസ്ത്രത്തിന്റെ വിപ്ലവകരമായ ഒരു മാറ്റം കൃഷ്ണമൂർത്തി പദ്ധതിയിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോഴും ഗവേഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതലും ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു സംശയം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജ്യോതിഷ ഈ സെക്കൻഡുകൾ കൊണ്ടുള്ള സമയം എങ്ങനെയാണ് കിട്ടുക? അത് ഒരു ജ്യോതിഷിയുടെ ഉത്തരവാദിത്തമാണ്. ഒരു വ്യക്തി കൊണ്ടുവരുന്ന ജനന സമയം കൃത്യമാക്കി എടുക്കുക എന്നുള്ളത്. ആ ജനന സമയം കൃത്യമാക്കി എടുക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ ഫലങ്ങളും വ്യക്തമാക്കാൻ പറ്റുക. അതിനുള്ള ശാസ്ത്രീയമായ റൂൾസുകളും കാര്യങ്ങളും കൃഷ്ണമൂർത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനന സമയത്തിന്റെ സൂക്ഷ്മതകളെ കണ്ടെത്തുന്നതിന് കൃഷ്ണമൂർത്തി പദ്ധതിയിൽ കണ്ടെത്തിയിരിക്കുന്ന തിയറി പ്രകാരം വ്യത്യസ്തമായ ധാരാളം അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിൽ ഇത് അത്ര പ്രചാരമായിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ കുറച്ച് റിസർച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ജനന സമയം, ഒരു കുട്ടിയുടെ ജനന സമയം ഹോസ്പിറ്റലിൽ നിന്നും കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് റിയാലിറ്റിയുമായിട്ട് എന്ത് ബന്ധം? ജ്യോതിശാസ്ത്രത്തിൽ നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ തല കാണുന്ന സമയത്തെയും പൊക്കിൾക്കുടി മുറിക്കുന്ന സമയത്തെയും ആദ്യം ശ്വാസം വലിച്ച സമയം, ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല ആചാര്യ മതങ്ങളിലുണ്ട്. ഈ വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ ശരിയായിട്ടുള്ളത് ഏതാണ് എന്നുള്ള ഒരു പരീക്ഷണമാണ് ഞാൻ നടത്താനായിട്ട് തുനിഞ്ഞിറങ്ങിയത്. അതിനായിട്ട് ഇന്ന് കേരളത്തിലെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ 45 കുട്ടികളുടെ തല കാണുന്ന സമയം വിത്ത് സെക്കൻഡ്സും അതുപോലെ തന്നെ ഒംബ്ലിക്കൽ കോഡ് കട്ട് ചെയ്യുന്ന സമയം വിത്ത് സെക്കൻഡ്സും ഞാൻ കളക്ട് ചെയ്തു. തിയറി പ്രകാരം അപ്ലൈ ചെയ്തു. അതിനുശേഷം ഒരു 700ഓളം ജാതകങ്ങളെ പഠനവിധേയമാക്കി. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആ തിയറി മാച്ച് ചെയ്തത്
ഒംബ്ലിക്കൽ കോഡ് പൊക്കിൾക്കുടി മുറിക്കുന്ന സമയത്തിലേക്ക് ആണ് എന്നുള്ളത് വ്യക്തമായി കണക്കാക്കാനും കണ്ടെത്താനും കഴിഞ്ഞു. ഇത് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൻ്റെ ലണ്ടൻ ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. അവർ അതിൻ്റെ പഠനങ്ങളെല്ലാം നടത്തിയതിനു ശേഷം നമുക്ക് അതിൻ്റെ വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഹോണറിങ് എനിക്ക് കിട്ടുകയുണ്ടായി. ആചാര്യന്മാർ നിശ്ചയിച്ച നിയമങ്ങളിലും തെറ്റുകളുണ്ട്. അതിനെ തിരുത്തപ്പെടേണ്ടത് പുതിയ തലമുറകളാണ്. ഇനി മറ്റൊരു ചോദ്യം, എപ്പോഴാണ് ജാതകം എഴുതുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഗ്രഹനില കുറിക്കേണ്ടത്? കുഞ്ഞ് ജനിച്ച സമയം എന്നാണ് പൊതുവെ പറയാറ്. ഏതാണ് ഈ ജനിച്ച സമയം? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളാകുന്നത്? നിങ്ങളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന നിമിഷം അവിടെ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു കുഞ്ഞാണോ? അതോ അതിനു മുമ്പും ഒരു കുഞ്ഞ് എന്ന നിലയിൽ നിങ്ങൾക്കൊരു വ്യക്തിത്വം അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഒരു അണ്ഡവും ഒരു ബീജവും തമ്മിൽ ബീജസങ്കലനം നടന്ന് അവിടെ നിന്ന് ഏതാണ്ട് 9 മാസത്തെ ഒരു നീണ്ട പ്രക്രിയയിലൂടെയാണ് നിങ്ങൾ എന്ന് പറയുന്ന ശിശു ജനിക്കുന്ന സമയത്ത് രൂപം കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജനിക്കുക എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും ഗർഭാശയ നാളിലൂടെ നിങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷവും നിങ്ങൾ വളരുന്നുണ്ട്. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം വ്യത്യസ്തമാണ്. നിങ്ങളുടെ കാഴ്ച പ്രോപ്പറല്ല. നിങ്ങൾ ഒരുപാട് രീതിയിൽ നിങ്ങൾ അൾട്രീഷ്യൽ എന്ന് വിളിക്കുന്ന ഒരു ബയോളജിക്കൽ സ്പെഷ്യാലിറ്റി ഉള്ള ജീവിയാണ് മനുഷ്യൻ. അതായത് ജനിക്കുമ്പോഴും നമ്മൾ അണ്ടർ ഡെവലപ്ഡാണ്. നമ്മുടെ തലച്ചോറൊക്കെ 25% മാത്രമേ ഡെവലപ്പ് ആയിട്ടുള്ളൂ നമ്മൾ ജനിക്കുമ്പോൾ. അപ്പോൾ ശരിക്കും എവിടെയാണ് നിങ്ങളുടെ ഈ ഗ്രഹനില, എപ്പോഴത്തെ ഗ്രഹനിലയാണ് നിങ്ങൾക്ക് പ്രസക്തമാകുന്നത് എങ്ങനെ തീരുമാനിക്കും? അത് ബീജസങ്കലനം നടന്ന സമയമാണോ? നിങ്ങൾ ജനിച്ച് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന സമയമാണോ? അത് തന്നെ ഒരുപാട് മണിക്കൂറുകളെടുത്താണ് പലപ്പോഴും ചൈൽഡ് ബർത്ത് നടക്കുന്നത് നമുക്കറിയാം. ഇനി നിങ്ങളുടെ ഈ അംബ്ലിക്കൽ കോഡ് എന്ന് പറയുന്ന ആ കോഡ് അത് കട്ട് ചെയ്തുകൊണ്ട് നിങ്ങളെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് വേർപെടുത്തുന്ന സമയത്താണോ? എപ്പോഴാണിത് മാർക്ക് ചെയ്യേണ്ടത്? അതിരിക്കട്ടെ, നിങ്ങൾ ജനിക്കുന്നത് വരെ ഈ ഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഇൻഫ്ലുവൻസ് ഒന്നും ഇല്ലായിരുന്നു. നിങ്ങൾ അമ്മയുടെ ശരീരത്തിനുള്ളിലായിരുന്നപ്പോൾ. ഇനി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഘടാഘടീയമായിട്ടുള്ള ഗ്രഹങ്ങളുടെ ഇൻഫ്ലുവൻസ് തടയാൻ നിങ്ങളുടെ അമ്മയുടെ ശരീരം എന്ന് പറയുന്ന ഒരു ചെറിയ വസ്തു മതിയോ? അതായത് കുറച്ച് ബ്ലഡും കുറച്ച് ഫ്ലഷും കുറച്ച് അസ്ഥികളും ഒക്കെ ചേർന്ന് ഒരു ബോക്സ് ഉണ്ടാക്കി അതിനകത്ത് വെച്ച് ഷീൽഡ് ചെയ്യാവുന്ന അത്ര നിസ്സാരമാണോ ഈ പറയുന്ന ഘടാഘടീയന്മാരായ ഗ്രഹങ്ങളുടെ സ്വാധീനം? നിങ്ങൾ പുറത്തു വരുന്ന സമയത്ത് എന്ത് അത്ഭുതമാണ് ഈ ഗ്രഹങ്ങളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ എന്ത് പ്രതിഭാസമാണ് പെട്ടെന്ന് ഈ ഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ പോകുന്ന വിധത്തിലേക്ക് നിങ്ങളെ എക്സ്പോസ് ചെയ്യുന്നത്? അതെന്താണത്? ആ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം അന്വേഷിച്ചിട്ടുണ്ടോ? എപ്പോഴാണ് ഒരു കുട്ടി ജനിക്കുന്നത്? ചോദ്യത്തിൽ തന്നെ വളരെ വ്യക്തമായ അതിൻ്റെ ഉത്തരമുണ്ട്. ഒരച്ഛൻ്റെയും അമ്മയുടെയും അണ്ഡവും ബീജവും കൂടി യോജിച്ച് 9 മാസത്തെ കാലയളവിന് ശേഷം ഗർഭം ആ അവസ്ഥയിൽ നിന്നും പ്രസവത്തിലൂടെ കുട്ടി ഈ ഇഹലോകത്തേക്ക് എത്തിച്ചേരുകയാണ്. അങ്ങനെ എത്തിച്ചേർന്നാൽ അമ്മയിൽ നിന്നുമുള്ള പൊക്കിൾക്കുടി ബന്ധങ്ങൾ പരിപൂർണമായും നീക്കം ചെയ്ത് കഴിയുമ്പോൾ ആ നിമിഷം മുതൽ ആ കുട്ടി അവന്റെ സ്വന്തം ശരീരം കൊണ്ട് ജീവിക്കാൻ തുടങ്ങുകയാണ്. ജനിക്കാത്ത ഒരു കുട്ടിയുടെ ജാതകത്തെ പരിഗണിക്കേണ്ട ആവശ്യകതയുണ്ടോ? ജാതകം എന്ന വാക്കിൽ നിന്ന് തന്നെ ജാതനായാൽ മാത്രമാണ് ജാതകം അത് എഴുതി തയ്യാറാക്കേണ്ടത്, രേഖപ്പെടുത്തേണ്ടത്. ജനിക്കാത്ത കുട്ടിയുടെ ഗ്രഹനില തയ്യാറാക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അടുത്തത്, അമ്മയുടെ ഗർഭപാത്രത്തിൽ സംരക്ഷിച്ചു വെച്ചിരുന്നാൽ അല്ലെങ്കിൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതാണോ? ഉത്തരം വളരെ വ്യക്തമാണ്. നമ്മൾ ജാതകത്തിലൂടെ കണ്ടെത്തുന്നത് ആ വ്യക്തിയുടെ സ്വഭാവം, രൂപം, അല്ലെങ്കിൽ ആരോഗ്യം, ആയുസ്, വിദ്യാഭ്യാസം, തൊഴിൽ, ഇങ്ങനെ പല ശാഖകളുമില്ലേ. ഇങ്ങനെ പല പല കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട്. ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നോക്കേണ്ടതായിട്ടില്ല, മരിച്ചു ജനിച്ച കുട്ടിയുടെയും നോക്കേണ്ടതായിട്ടില്ല. ആയതുകൊണ്ട് എത്രയോ കുട്ടികളുടെ അബോർഷൻസ് സംഭവിക്കുന്നുണ്ട്. അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉൾക്കൊള്ളുന്ന സമയത്ത് അമ്മയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ജനിക്കാത്ത കുട്ടിയുടെ ജാതകം രചിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അണ്ഡവും ബീജവും ചേർന്നിട്ട് കുട്ടി ജനിക്കുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജാതകം ജനിച്ചു കഴിയുമ്പോൾ മാത്രം അതിനുശേഷത്തെ കാര്യങ്ങളെ അന്വേഷിക്കാനും വരും വരായികകളുടെ ഗുണദോഷങ്ങളെ കണ്ടെത്താനും മാത്രമാണല്ലോ പരിഗണിക്കേണ്ടത്. ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക്. ആകാശഗോളങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും എന്നത് ശരിയാണ്
എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. മറിച്ച് അതിനെ മുഖവിലക്കെടുക്കാതെ തള്ളിക്കൊണ്ടല്ല. ശരി, ആകാശഗോളങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് കരുതട്ടെ. യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ, സിറസ്, ഈ വസ്തുക്കളൊക്കെ എവിടെയാണ് ഗ്രഹനിലയിൽ? യുറാനസ് എന്ന് പറയുന്നത് ശനിയേക്കാളും വലിയ ഗ്രഹമാണ്. നെപ്റ്റ്യൂൺ വലിയൊരു ഗ്രഹമാണ്. ഇതെല്ലാം സൗരയൂഥത്തിലെ ഭൂമിയേക്കാളും വളരെ വളരെ വലിയ 2 ഗ്രഹങ്ങളാണ്. ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് നമ്മൾ പരിഗണിക്കാത്തത്? പ്ലൂട്ടോയെക്കുറിച്ച് എന്തുകൊണ്ടാണ് പറയാത്തത്? പ്ലൂട്ടോ പണ്ട് ഗ്രഹമായിരുന്നു, ഇപ്പോൾ നമ്മളതിനെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല. പക്ഷേ അപ്പോഴും വസ്തു അവിടെ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരേ മാറിയിട്ടുള്ളൂ. അതിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് എന്താണ് നമ്മൾ സംസാരിക്കാത്തത്? ആസ്റ്ററോയിഡ് ബെൽറ്റിലെ ലക്ഷക്കണക്കിന് വസ്തുക്കളെക്കുറിച്ച് നമ്മൾ എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? എന്തുകൊണ്ട് കുയിപ്പർ ബെൽറ്റിലെ വസ്തുക്കളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല? അവയ്ക്ക് എന്ത് വ്യത്യാസമാണുള്ളത്? നിങ്ങൾ ചരിത്രപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിലങ്ങനെ അത്ഭുതമൊന്നുമില്ല എന്ന് കാണാൻ പറ്റും. കാരണം ടെലിസ്കോപ്പൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് വികസിച്ച് വന്ന പഴയ ജ്യോത്സ്യത്തിൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ ഇന്നും അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രഹങ്ങൾ എന്തുകൊണ്ട് അവിടെ ഇല്ല? അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെ അവഗണിക്കുന്നത് വഴി നിങ്ങൾ പല സ്വാധീനങ്ങളെയും മിസ് ചെയ്യുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഇവയൊന്നും ഉൾപ്പെടുത്താതെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് ഇത്ര ആധികാരികമായിട്ട് സംസാരിക്കുന്നത്? എങ്ങനെയാണ് അതിനെ സാധിക്കുക? ഇനി മറ്റൊരു പ്രശ്നം, അത് കുറച്ചുകൂടി ടെക്നിക്കലാണ്. അതായത് നമ്മൾ ഭൂമിയുടെ അച്ചുതണ്ടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിനൊരു ചരിവുണ്ട്. അത് അതിൻ്റെ ഓർബിറ്റൽ പ്ലെയിനുമായിട്ട് അതിൻ്റെ റെഫറൻസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 23.5 ഡിഗ്രി ചരിഞ്ഞാണ് അത് നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പോൾ സ്റ്റാർ ഉണ്ടാകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ രാശികൾ, നമ്മൾ ഈ പറയുന്ന 12 സോഡിയാക് സയൻസ് ഉൾപ്പെടുന്ന ആകാശത്തെ ബാൻഡിനെയൊക്കെ ഫിക്സ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, വളരെ നീണ്ട കാലയളവുകൾ പരിഗണിക്കുമ്പോൾ ഭൂമിയുടെ ഈ അച്ചുതണ്ട് സ്ഥിരമാണ് എന്ന് കണക്കാക്കാൻ പറ്റില്ല. കാരണം 23,000 വർഷം കൊണ്ട് ഒരു തവണ കറങ്ങി വരുന്ന പ്രിസഷൻ എന്ന് പറയുന്ന ഒരു ചലനം ഭൂമിയുടെ ഈ അച്ചുതണ്ടിന് ഉണ്ട്. നമ്മളെല്ലാ പ്രായോഗിക ആവശ്യങ്ങൾക്കും ഭൂമിയുടെ അച്ചുതണ്ട് സ്ഥിരമായ ഒരു ദിശയിൽ ചൂണ്ടി നിൽക്കുകയാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ടാണ് സംസാരിക്കാറ്. ആ അച്ചുതണ്ടിൻ്റെ ആ ദിശയിൽ നിൽക്കുന്ന നക്ഷത്രമാണ് നമ്മൾ പോൾ സ്റ്റാർ അല്ലെങ്കിൽ ധ്രുവ നക്ഷത്രം എന്ന് കണക്കാക്കുന്നത്. പക്ഷേ ഇത് സ്ഥിരമല്ല. നേരത്തെ പറഞ്ഞതുപോലെ 10,000 വർഷങ്ങൾക്ക് ഒരിക്കൽ എന്ന രീതിയിൽ ഇത് ഒരു കറക്കം പൂർത്തിയാക്കുന്നുണ്ട്. ഇതിനെയാണ് പ്രിസഷൻ അല്ലെങ്കിൽ പുരസരണം എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ അച്ചുതണ്ടും അത് ചൂണ്ടി നിൽക്കുന്ന ദിശയും അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സോഡിയാക്ക് എന്ന് പറയുന്ന ആകാശത്തെ ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നതെന്ന് ആലോചിക്കണം. അപ്പോൾ അച്ചുതണ്ടിന് വരുന്ന ഈ കറക്കം ഈ സോഡിയാക്കിനെയും ബാധിക്കും. അത് ഉണ്ടാക്കാൻ പോകുന്ന ഫലം, ഇതിൻ്റെ മെക്കാനിസം വളരെ വിശദമായിട്ട് സംസാരിക്കാൻ നമുക്ക് തൽക്കാലം നിർവാഹമില്ല. നമുക്ക് അതിൻ്റെ ക്രക്സ് എന്താണെന്ന് മാത്രം പറയാം. ഇതിൻ്റെ അനന്തരഫലം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഡിസംബർ 1 എന്ന് പറയുന്നൊരു ഡേറ്റ് എടുക്കുന്നു. ആ സമയത്ത് സൂര്യൻ വൃശ്ചികം എന്ന് പറയുന്ന സ്കോർപ്പിയസ് എന്ന് പറയുന്ന രാശിയിലാണ് എന്നാണ് പൊതുവെ നമ്മൾ കണക്കാക്കാറ്. പക്ഷേ അത് ഈ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഈ പ്രിസഷൻ ചലനം കാരണം ഇത് കാലാകാലങ്ങളിൽ മാറും. അതായത് 2000 വർഷം മുമ്പ് ഒരു ഡിസംബർ 1 എന്ന് പറഞ്ഞാൽ അന്ന് സൂര്യൻ നിന്നിട്ടുണ്ടാവുക വൃശ്ചികത്തിലായിരിക്കില്ല, ധനുവിലായിരിക്കും. നേരെ മറിച്ച് ഒരു 2000 വർഷം കൂടി മുമ്പോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് മറ്റൊരു രാശിയിലേക്ക് മാറും. അത് ഈ പുരസരണം കാരണം ഉണ്ടാകുന്നതാണ്. ഇത് നമ്മൾ പരിഗണിക്കാറുണ്ടോ? പ്രശ്നം, നമ്മൾ ഇന്നത്തെ കാലത്ത് സൂര്യൻ ഏത് രാശിയിലാണ് നിൽക്കുന്നത് എന്ന് നോക്കി നമ്മൾ അതിൻ്റെ പഴയ ജ്യോതിഷ പുസ്തകങ്ങൾ നോക്കി അതിൻ്റെ ഫലം കണ്ടുപിടിച്ചാൽ, ഈ ജ്യോതിഷ പുസ്തകം എഴുതിയ 1000 വർഷം പഴക്കമുള്ള ഈ പുസ്തകം എഴുതിയ സമയത്ത് സൂര്യൻ ആ രാശിയിലായിരുന്നില്ല എന്നോർക്കാറുണ്ടോ? അങ്ങനെ ഒരു സാങ്കേതിക പ്രശ്നം കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. മറ്റ് പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുകൂടി ഒന്ന് ആലോചിക്കുക. അടുത്ത അങ്ങയുടെ ഒരു വളരെ പ്രസക്തമായ ചോദ്യമാണ്, ഈ ശാസ്ത്രലോകത്ത് ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ എന്തുകൊണ്ട് നെപ്റ്റ്യൂൺ, യുറാനസ്, പ്ലൂട്ടോ ഈ ഗ്രഹങ്ങളെ പരിഗണിക്കുന്നില്ല? വെസ്റ്റേൺ അസ്ട്രോളജിയിൽ ഈ ഗ്രഹങ്ങളുടെ പ്രയോജനങ്ങളെ പരിഗണിക്കുന്നുണ്ട്. പക്ഷെ അതത്ര ഡീപ്പ് ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് വളരെ വ്യക്തമായ ഒരു കാരണം കൂടി പറഞ്ഞു തരാം. സൂര്യനെ ഭ്രമണം ചെയ്ത് ഓരോ ഗ്രഹങ്ങളും ഒരു ആവർത്തി അതിൻ്റെ ഒരു ഓർബിറ്റ് ഒരു യാത്ര പൂർത്തീകരിക്കാൻ യുറാനസ് 84 വർഷമെടുക്കും, നെപ്റ്റ്യൂൺ 165 വർഷമെടുക്കും. അതേപോലെ തന്നെ പ്ലൂട്ടോ 248 വർഷമെടുക്കും. ഇതിനെക്കുറിച്ച് പഠിക്കാനും പ്രായോഗികമായ ഒരു
റിപ്പോർട്ട് തയ്യാറാക്കാനും ഒന്നോ രണ്ടോ വ്യക്തികൾ വിചാരിച്ചാലും അത്ര വേഗത്തിൽ സാധിക്കുന്നതല്ലായിരുന്നു, പ്രത്യേകിച്ചും ജ്യോതിശാസ്ത്രത്തിന്റെ ഉത്ഭവ കാലഘട്ടത്തിൽ. ഇനി മറ്റൊന്ന്, 9 ഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ നഗ്നനേത്രങ്ങളാൽ കാണാനും അനുഭവിച്ചറിയാനും കഴിയുന്ന 9 വിഷയങ്ങളോ 9 ഗ്രഹങ്ങളെയോ ആണ് അവിടെ പരിഗണിച്ചത്. അപ്പം രാഹുകേതുക്കളെ 2 നോട്ട്സ് ആണ്. അതിന്റെ പ്രതിഭാസവും ഈ പ്രകൃതിയിൽ അനുഭവിച്ചറിയുന്നുണ്ട്, കണ്ടറിയാൻ കഴിയുന്നുണ്ട്. യുറാനസും നെപ്റ്റ്യൂണും പ്ലൂട്ടോയും ഒക്കെ ഇപ്പോൾ പോലും അതിനെ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയുന്നതല്ല. കൂടാതെ ഈ 9 ഗ്രഹങ്ങളെ കൊണ്ടും 12 രാശികളെ കൊണ്ടും തന്നെ ചിന്തിക്കാവുന്നതിനപ്പുറത്തെ ശാസ്ത്രങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും ഫോർമുലയും ഒക്കെ ജ്യോതിശാസ്ത്രം ഈ ലോകത്തിന് നൽകി കഴിഞ്ഞു. പ്രശ്നങ്ങൾ തീർന്നില്ല. എല്ലാ ഭൗതിക സവിശേഷതകൾക്കും ഒരു പ്രത്യേകതയുണ്ട്, ഡിസ്റ്റൻസ് ഇഫക്റ്റ്. അതായത് എന്തെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്നും ഒരു ഫലം നിങ്ങൾക്കുണ്ടാകുന്നുണ്ടെങ്കിൽ ആ സ്രോതസ്സ് നിങ്ങളിൽ നിന്ന് എത്രത്തോളം ദൂരെയാണോ അത്രത്തോളം ആ ഫലം കുറയും. ഇപ്പോൾ നിങ്ങളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, അത് നിങ്ങൾ പ്രകാശത്തിന് വേണ്ടിയിട്ടാണ് കത്തിച്ചു വെച്ചതെന്ന് കരുതിക്കോളൂ. നിങ്ങൾ മെഴുകുതിരിയിൽ നിന്ന് എത്രത്തോളം ദൂരേക്ക് പോകുന്നു അതിന് വളരെ പെട്ടെന്ന് ആ മെഴുകുതിരി നിന്നുള്ള പ്രകാശം നിങ്ങൾക്ക് കിട്ടുന്നത് കുറഞ്ഞു വരും. ഇനി നിങ്ങൾ ചൂടിന് വേണ്ടി ഒരു നെരുപ്പോട് കത്തിച്ചു, നിങ്ങൾക്ക് മാക്സിമം ചൂട് കിട്ടുന്നത് അതിന് അടുത്ത് വന്നിരുന്നാലാണ്. നിങ്ങൾ അതിൽ നിന്ന് ദൂരേക്ക് മാറി പോകുന്തോറും നിങ്ങൾക്ക് കിട്ടുന്ന ചൂടിൻ്റെ അളവും കുറഞ്ഞു വരും. അങ്ങനെ എന്ത് വസ്തു, എന്ത് ഭൗതിക സവിശേഷത എടുത്തു കഴിഞ്ഞാലും ആ സ്രോതസ്സിൽ നിന്നുള്ള ദൂരം കൂടുന്തോറും അതിൻ്റെ ഫലം കുറഞ്ഞു വരും. ഇനി ഈ ജ്യോതിശാസ്ത്ര വസ്തുക്കൾ നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ ഈ വസ്തുക്കൾ നിങ്ങളിൽ നിന്ന് എത്ര ദൂരെയാണ് എന്നുള്ള കാര്യം പരിഗണിക്കാറുണ്ട്. പ്രത്യേകിച്ച് ചന്ദ്രൻ മാത്രമാണ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത്. ബാക്കി എല്ലാ ആകാശ വസ്തുക്കളും, ഗ്രഹങ്ങളെല്ലാം തന്നെ സൂര്യന് ചുറ്റുമാണ് പോകുന്നത്, ഭൂമിയും സൂര്യന് ചുറ്റുമാണ് പോകുന്നത്. അപ്പോൾ ഭൂമിയും ഈ ഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം വല്ലാതെ മാറുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വ എടുത്തു കഴിഞ്ഞാൽ 55 കോടി മുതൽ 400 കോടി കിലോമീറ്റർ വരെ ഭൂമിയും ചൊവ്വയും തമ്മിലുള്ള ദൂരം മാറുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭൂമി ചൊവ്വയോട് വളരെ അടുത്തായിരിക്കുമ്പോൾ എഴുതുന്ന ഗ്രഹനിലയിലും ഭൂമി ചൊവ്വയിൽ നിന്ന് ഒരുപാട് ദൂരെ ആയിരിക്കുമ്പോൾ എഴുതുന്ന ഗ്രഹനിലയിലും ചൊവ്വയുടെ ഇഫക്റ്റ് അല്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന സ്വാധീനത്തിൽ വരുന്ന വ്യത്യാസമുള്ളതായിട്ട് നിങ്ങൾ ഏതെങ്കിലും ജ്യോത്സ്യൻ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. പക്ഷേ അത് പരിഗണിക്കേണ്ടതല്ലേ? ഇനി ഇതിന് മറുപടിയായിട്ട് നിങ്ങൾ പറയുന്നത് ഗ്രഹങ്ങളുടെ അസ്തിത്വം മാത്രമാണ്, അത് അവയുടെ എൻറ്റിറ്റി എന്ന നിലയിൽ മാത്രമാണ് പ്രധാനപ്പെട്ടതാകുന്നത്, അവയുടെ ദൂരം പ്രശ്നമല്ല എന്നാണെങ്കിൽ പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയാണ് ചെയ്യുന്നത്. പ്രപഞ്ചത്തിൽ ദൂരങ്ങൾക്ക് ഒരു പഞ്ഞവുമില്ല. ദൂരെയാണ് എന്നുള്ളത് കൊണ്ട് സ്വാധീനം പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ദൂരെ ആണെന്നുള്ളത് കൊണ്ട് സ്വാധീനം നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വസ്തു ഉണ്ടെങ്കിൽ അതിന് ഫലമുണ്ട്, അത് ദൂരെയാണോ അടുത്താണോ എന്നുള്ളത് പരിഗണിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ആൻഡ്രോമീഡ ഗാലക്സിയുടെ ഫലത്തെക്കുറിച്ച് എന്തേ പറയാത്തത്? അത് സൗരയൂഥം ഉൾപ്പെടുന്ന നമ്മുടെ മിൽക്കി വേ ഗാലക്സിയുടെ വലിപ്പമുള്ള വലിയൊരു ഗാലക്സിയാണ്. 10,000 കോടി നക്ഷത്രങ്ങളുള്ളൊരു ഗാലക്സി. നമ്മളിൽ നിന്നും 25 ലക്ഷം പ്രകാശവർഷം ദൂരെയാണ് എന്നേ ഉള്ളൂ. ദൂരെ ഒരു പ്രശ്നമില്ലെന്നുണ്ടെങ്കിൽ ആൻഡ്രോമീഡ ഗാലക്സി, ലാർജ് മെഗലനിക് ക്ലൗഡ്, മറ്റ് നമ്മുടെ ക്ലസ്റ്ററിൽപ്പെട്ട മറ്റ് ഗാലക്സികൾ, മറ്റ് ദൂരെ നിന്ന് വരുന്ന, അതായത് നമ്മുടെ ഊർട്ട് ക്ലൗഡ് എന്നൊക്കെ പറയുന്ന സൗരയൂഥത്തെ കവർ ചെയ്തിരിക്കുന്ന വസ്തുക്കൾ, ഇവയുടെയൊക്കെ സ്വാധീനത്തെക്കുറിച്ച് കൂടി പരിഗണിക്കേണ്ടതല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രഹനിലയിൽ ഉൾപ്പെടുത്തുന്ന വസ്തുക്കളെക്കാൾ പല മടങ്ങ് വലിയൊരു ലിസ്റ്റാണ് നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളത്. അതിനെക്കുറിച്ച് സംസാരിക്കാതെ നമ്മൾ എന്തിനാണ് ഈ ചെറിയ ഒരു കൂട്ടം ഗ്രഹങ്ങളിലേക്ക് നമ്മുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള ചർച്ച ഒതുക്കി നിർത്തുന്നത്? അതിലെന്തോ ഒരു അപാകത ഉള്ളതായിട്ട് തോന്നുന്നില്ലേ? ഒരു ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കാം. ഇത് ശാസ്ത്രീയമായ കണ്ടിൽ നോക്കുമ്പോൾ ചോദ്യങ്ങളാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ലോജിക്കലായിട്ടുള്ള ചോദ്യങ്ങൾ വേറെ ചോദിക്കാം. ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നുകൂടി ഉള്ളത്, ഈ ഉദയരാശി നമ്മൾ ജനിക്കുന്ന സമയത്ത് ഉദിച്ചുകൊണ്ടിരുന്ന, കിഴക്കേ ചക്രവാളത്തിൽ ഉദിച്ചുകൊണ്ടിരുന്ന ഉദയരാശിയാണ് ഒരു പ്രധാനപ്പെട്ട സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മളെ സംബന്ധിച്ച്. നമ്മുടെ ആർട്ടിക് പ്രദേശങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഉദയം എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന അത്ര സിമ്പിളായിട്ടുള്ള പ്രക്രിയയല്ല. കാരണം അത് ഭൂമിയുടെ പോളിനോട് അടുത്തായതുകൊണ്ട് തന്നെ 6 മാസം സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥയുണ്ടാവും, 6 മാസം സൂര്യൻ ഉദിക്കാത്ത അവസ്ഥയും ഉണ്ടാകാം. ഇതിൽ തീരെ സൂര്യപ്രകാശം ഇല്ലാത്ത 3-4 മാസം ഉണ്ടാവും, സൂര്യൻ അസ്തമിക്കുകയേ ചെയ്യാത്ത 3-4 മാസവും ഉണ്ടാവും. അങ്ങനൊരു അവസ്ഥയിൽ നിങ്ങൾ ഈ ഉദയം എങ്ങനെ പറയും? ഒരുപക്ഷെ ജ്യോത്സ്യ പുസ്തകങ്ങളൊക്കെ എഴുതപ്പെടുന്ന സമയത്ത് ഈ ധ്രുവപ്രദേശങ്ങളിൽ മനുഷ്യവാസം ഇല്ലാതിരുന്നതാകാം, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവരെ പരിഗണിക്കാതിരുന്നതാകാം. പക്ഷേ ഇന്നതല്ല, ഇന്ന് നമുക്ക് അവരെക്കുറിച്ചൊക്കെ അറിയാം. പുറംലോകവുമായിട്ട് വല്ലാതെ കണക്റ്റഡാണ് ബാക്കി എല്ലാ പ്രദേശങ്ങളും ഇന്ന്. അപ്പോൾ അങ്ങനെയുള്ളെങ്കിൽ ഈ കണക്കുകൂട്ടലുകൾ ഇപ്പോൾ ബാർലോ എന്ന് പറയുന്ന
ഒരു അലാസ്കൻ പട്ടണത്തിൽ ജനിച്ച കുഞ്ഞിൻ്റെ ഗ്രഹനില നിങ്ങളെങ്ങനെ എഴുതും? അവിടെ 3 മാസം സൂര്യൻ അസ്തമിക്കുന്നില്ല, ഉദിച്ച് നിൽക്കുകയാണ്. നിങ്ങളെങ്ങനെയാണ് ഈ രാശി കണക്കാക്കുക? ഇങ്ങനെ കുറേ ചോദ്യങ്ങളുടെ ഉത്തരം. ഇതെല്ലാം ജ്യോതിശാസ്ത്രം എന്ന ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴുള്ള ചോദ്യങ്ങളാണ്. വേറെയും ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. അടുത്തതായിട്ട് 2000 വർഷം മുമ്പ് ഡിസംബർ 1 സൂര്യൻ നിന്നിരുന്നതും 500 വർഷം ശേഷമോ അല്ലെങ്കിൽ 500 വർഷത്തിനപ്പുറമോ 1000 വർഷത്തിനപ്പുറമോ ഒരു ഡിസംബർ 1 സൂര്യൻ അതേ രാശിയിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമില്ല. ഈ വ്യത്യാസത്തെ എങ്ങനെ ജ്യോതിശാസ്ത്രത്തിലെ വിഷയങ്ങൾ പരിഗണിക്കപ്പെടും? ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അങ്ങ് പഠിച്ച അങ്ങ് ഗവേഷണം നടത്തിയ ജ്യോതിശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ വളരെ വ്യക്തമായിട്ട് വർഷങ്ങളെ അല്ല കണക്കാക്കുന്നത്, മറിച്ച് ഓരോ രാശിയിലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ ഇന്ന ഫലങ്ങൾ നൽകപ്പെടും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങ് ഉദ്ധരിച്ച വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോഴുള്ള ഫലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ വളരെയേറെ അസാമാന്യമായ മനക്കരുത്തും കഠിന മനസ്സിനും ഉടമസ്ഥയാവാം അല്ലെങ്കിൽ ആ വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സാഹസികത വളരെയേറെ ഉണ്ടാവും. ഇത് വൃശ്ചികൻ രാശിയിൽ സൂര്യൻ നിൽക്കുന്ന എല്ലാവർക്കും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ പൊതുവെ ഈ ഒരു ഫലം നമുക്ക് അനുഭവത്തിൽ കണ്ടുവരാൻ കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് വൃശ്ചികൻ രാശിയിൽ സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുമ്പോൾ എന്ത് ഫലം എന്നാണ്, മേടൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ എന്ത് ഫലം എന്നാണ്, ഇടവൻ രാശിയിൽ സൂര്യൻ നിൽക്കുമ്പോൾ അത് ഡിസംബർ 1 തന്നെയോ ഒരു ഡിസംബർ മാസത്തിലോ എന്നുള്ളത് ജ്യോതിശാസ്ത്രത്തിലെങ്ങും വർണ്ണിക്കുന്നില്ല എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങയുടെ ആ ചോദ്യത്തിനുള്ള ഉത്തരവും വളരെ വ്യക്തമായി ലഭിച്ചു എന്ന് മനസ്സിലാക്കാം. മറ്റൊരു കാര്യം, ജ്യോതിശാസ്ത്രത്തില് ഈ ഒരു സമയ വ്യത്യാസത്തെ, സൂര്യോദയം വളരെ വ്യക്തമായി കണ്ടെത്താൻ കഴിയാതെ വരുന്ന സാഹചര്യത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ എന്ത് ചെയ്യും? അവിടെയുള്ളവർ ഇപ്പോ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങ് സൂര്യോദയത്തെ അടിസ്ഥാനപ്പെടുത്തി ലഗ്നം നിർണയിക്കുന്ന വിഷയം മാത്രമാണ് അങ്ങ് പരീക്ഷണ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ളത്. അതിനും അപ്പുറത്ത് ജ്യോതിശാസ്ത്രം വളർന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. പ്ലാസിഡസ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ പാറ്റേൺ ഉണ്ട്, പ്ലാസിഡസ് സിസ്റ്റം. ഇത് എന്താണ് പരിഗണിക്കുന്നത്? ഭൂമിയുടെ റൊട്ടേഷനും എന്ന് പറയുന്ന സോഡിയാക്ക് രാശികളും തമ്മിലുള്ള ബന്ധം, റിലേഷൻഷിപ്പിനെയാണ് വളരെ വ്യക്തമായിട്ട് കണക്കാക്കുന്നത്. 360 ഡിഗ്രിയിൽ എവിടെ ഒരു കുട്ടി ജനിക്കുന്നു എന്നുള്ളതാണ് അവിടെ പ്രാധാന്യം. അവിടെ സൂര്യോദയത്തിന് യാതൊരു പ്രസക്തിയുമില്ല. സൂര്യൻ ഉദിച്ചാലും ഇല്ലെങ്കിലും ഈ 360 ഡിഗ്രിയിൽ എവിടെങ്കിലും ഒരിടത്തായിരിക്കും ഒരു കുട്ടി ജനിക്കുക. അതാത് ദേശത്തിന്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ട് നമുക്ക് വളരെ സസൂക്ഷ്മം പ്രിസൈസ് ആയ പോയിന്റിലേക്ക് ഈ പ്ലാസിഡസ് എന്ന് പറയുന്ന കാൽക്കുലേഷൻ പ്രകാരം കൊണ്ടെത്താൻ കഴിയും. മോഡേൺ അസ്ട്രോളജിയിൽ ഈ കാൽക്കുലേഷൻ വളരെ വിശാലമായിട്ട് വളരെയേറെ പരിഗണിക്കപ്പെടുന്നുണ്ടെന്ന് ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. എന്നാൽ ഈ നമ്മളുടെ കേരള സിസ്റ്റത്തിൽ വരുമ്പോൾ രാശികളെ ഭാഗിക്കുന്നത് തുല്യമായ ഒരു അടിസ്ഥാനത്തിലാണ്, 30 ഡിഗ്രി ആയിരിക്കും. എന്നാൽ പ്ലാസിഡസിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ടും ഒരു ഭാവം 30 ഡിഗ്രി തന്നെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് നമ്മുടെ പോളാർ റീജിയനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അലാസ്ക, റഷ്യ, ഫിൻലാൻഡ് ഇങ്ങനെയൊക്കെയുള്ള അയൻഡ് ആ ഒരു സോണിലേക്ക് ചെന്നാൽ, പോളാർ സോണിന്റെ എക്സ്ട്രീം ലെവലിലൊക്കെ ചിലപ്പോൾ ചെന്നാൽ ഈ പ്ലാസിഡസ് കാൽക്കുലേഷനും വളരെ മനോഹരമായിട്ട് അവിടെ പരാജയപ്പെടും. അപ്പോ എന്നിരുന്നാൽ പോലും പരിമിതികൾ ഉള്ളതാണ്. പരാജയപ്പെടുന്നതിന് അപ്പുറത്തുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനിലേക്കോ അതിന്റെ റെമഡീസിലേക്കോ ഇന്ന് വരെ ചെന്നില്ല. അത് ഗവേഷണങ്ങളിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഉള്ളതിൽ ഏറ്റവും മികച്ച ഒരു കാൽക്കുലേഷൻ പ്ലാസിഡസ് കാൽക്കുലേഷൻ ആണ്. അതിന്റെ അടിസ്ഥാനത്തിൽ സൂര്യോദയം ഇല്ലാതെ നിൽക്കുന്ന ഒരു ഭാഗത്തും ഇതുപോലെയുള്ള കുട്ടികൾ ആര് ജനിച്ചാലും എന്തൊരു കാര്യത്തിനും വളരെ വ്യക്തമായ പ്രിസൈസ് ആയിട്ടുള്ള കാൽക്കുലേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും. ചുരുക്കത്തിൽ അങ്ങുന്നയിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഒരുവിധം മറുപടി നൽകിയെന്ന് വിചാരിക്കുന്നു. ശാസ്ത്രീയമായിട്ട് സൂര്യന്റെയും പ്രകൃതിയുടെയും ഈ ഭൂമിയുടെയും ഒക്കെ പഠനങ്ങൾ വളരെയേറെ ശാസ്ത്രതലത്തിൽ നിന്ന് പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ജ്യോതിഷത്തിനെ കുറച്ചും കൂടി തലങ്ങളിൽ നിന്നും, നമ്മൾ ജ്യോതിഷം കേരളത്തിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്, മറിച്ച് ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്നുണ്ട്, ലോകത്തെല്ലായിടത്തും അന്ധവിശ്വാസികളുമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും.
അന്ധമായ വിശ്വാസങ്ങൾ എല്ലാവരും കൈക്കൊണ്ട് നടക്കുന്നത് വ്യക്തമായ അറിവുകളുടെ അഭാവം കൊണ്ടാണെന്നും അതിനെ ചൂഷണം ചെയ്യാൻ ഏതൊരു മേഖലയിലും എപ്പോഴും ആളുകൾ ഉണ്ടാകും. അത് അന്ധവിശ്വാസത്തിൽ മാത്രമല്ല, ഇന്ന് ശാസ്ത്രമെന്ന് കൊട്ടിഘോഷിക്കുന്ന അലോപ്പതി വിഭാഗം ഒരു മനുഷ്യന്റെ ജീവനെ വെച്ച് കളിയാടുന്ന ഡോക്ടർ ആവാൻ കോടികളുടെ തുക എണ്ണിക്കൊടുത്താലേ പറ്റുകയുള്ളൂ. അവിടെയില്ലേ തട്ടിപ്പ്, അവയവക്കടത്തിലില്ലേ തട്ടിപ്പ്. അപ്പം 4 രാശിയും 9 ഗ്രഹങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന ജ്യോതിശാസ്ത്രത്തിനെ അങ്ങനെ അടിച്ചാക്ഷേപിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. വളരെ മനോഹരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം മനോഹരമാവോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല, എങ്കിലും ഞാൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.